ഹായ്, ഐ എം സോഫിയ, അഡോളസൻസ് എക്സ്പേർട്ട്, മൈൻഡ് കോച്ച് ആൻഡ് ലൈഫ് കോച്ച്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുട്ടികളിലെ ലഹരി ഉപയോഗം എങ്ങനെ മനസ്സിലാക്കാം, മാതാപിതാക്കൾക്കും രക്ഷിതാക്കൾക്കും എങ്ങനെ അത് കണ്ടെത്തി അവരെ നമുക്ക് നേർവഴിയിൽ നയിക്കാം എന്നൊരു വീഡിയോ ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. ലക്ഷണങ്ങൾ കണ്ടുപിടിക്കാം. ആദ്യമായി തന്നെ പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം. കുട്ടികളെല്ലാവർക്കും ദേഷ്യം ഉണ്ടാകും. ഇന്നത്തെ കാലത്ത് കുട്ടികളിൽ ദേഷ്യം അമിതമാണ്. എല്ലാവർക്കും ദേഷ്യം അമിതമാണ്. എങ്കിൽ പോലും കുട്ടികളിൽ നമ്മളുമായി കൂടുതൽ സഹകരിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടി, നമ്മൾ പറയുന്നതിന് അവരുടെ ടീനേജ് ശ്രദ്ധിക്കണം. ആ ടീനേജ് തുടങ്ങുമ്പോൾ അവർക്കൊരു സ്ട്രെസ് ഉണ്ടാകാം, ഒരു ദേഷ്യം ഉണ്ടാകാം. എങ്കിലും അതിലുപരി രക്ഷിതാക്കളും ടീച്ചേഴ്സും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. അവരുടെ ആ പ്രായത്തിലുണ്ടാകുന്ന ഒരു ദേഷ്യവും ലഹരി ഉപയോഗിതമായി ഉണ്ടാകുന്ന ഒരു ദേഷ്യവും വ്യത്യസ്തമാണ്. അത് മാതാപിതാക്കളായ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവരിൽ ഉണ്ടാകുന്ന ആ ദേഷ്യം അത് ഏത് രീതിയിലാണെന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കണം. എല്ലാവർക്കും ദേഷ്യമുണ്ട്. എല്ലാ കാര്യങ്ങളും ഈ ലഹരിയുടെ സിംറ്റമാണെന്നും പറഞ്ഞ് അവർ ലഹരിയാണെന്നും പറഞ്ഞ് അവരോട് ദേഷ്യപ്പെടരുത്. അവരോട് കാമായി സംസാരിക്കുക, അവരെ ചേർത്ത് പിടിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അത് അവർക്കുണ്ടാകുന്ന ദേഷ്യം ലഹരിയുടേതാണോ, അത് അവരുടെ ഏജിൻ്റെ വേരിയബിളാണോ എന്ന് മനസ്സിലാക്കി എടുക്കണം. പിന്നെ സ്ഥിരമായി നമ്മളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് പെട്ടെന്ന് മാറ്റം ഉണ്ടാകുക. അതായത് നമ്മളുമായി സ്ഥിരമായി സംസാരിക്കുക, സഹോദരങ്ങളുമായി ഇരുന്ന് ഭക്ഷണം കഴിക്കുക, നമ്മളുമായിട്ട് ചേർന്നിരുന്ന് മാതാപിതാക്കളും കുട്ടികളും എല്ലാമായിട്ടിരുന്ന് ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന അവസരത്തിൽ പെട്ടെന്ന് ഇവൻ നമ്മളിൽ നിന്നും മാറി നിൽക്കുക, പുതിയ പുതിയ കൂട്ടുകൾ സമ്പാദിക്കുക, അവരുമായി ഇരിക്കാൻ കുറേ സമയങ്ങൾ കണ്ടെത്തുക ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ അവനെ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഒരു പക്ഷേ ഇന്നത്തെ കാലത്ത് അത് ലഹരിയുടേതാകാം. അത് ഗേൾസും ബോയ്സും എന്ന് ആരും മാറ്റിവെക്കേണ്ട കാര്യം